നടിപ്പിൻ നായകൻ സൂര്യ അവർക്ക് പിറന്നാൾ വാഴ്ത്തുക്കൾ. ഹാപ്പി ബർത്ത്ഡേ സൂര്യ. അപ്പൊ എല്ലാ മലയാളികളുടെയും തുടുപ്പിന്റെയും വക ഹാപ്പി ബർത്ത്ഡേ സൂര്യ. അതെ, നടിപ്പിൻ നായകന്റെ ബർത്ത്ഡേ ആണ്. അതെ, ഇന്നത്തെ ദിവസം സൂര്യ ആരാധകർക്കും എല്ലാവർക്കും ഒരു ആഘോഷ ദിനമാണ്. നമ്മുടെ വിജയ് ആരാധകര് ആഘോഷിക്കുന്നത് പോലെ എല്ലാവരും മലയാളികൾ ഒരുപാട് പേര് സൂര്യക്കും ഒരുപാട് ആരാധകരുണ്ട്. അപ്പൊ നമ്മളും കുറെ പ്രതീക്ഷിച്ചിരുന്നു കുറച്ച് എന്തെങ്കിലും ട്രെയിലറോ മ്യൂസിക്കോ എന്തെങ്കിലും വരും. അതുപോലെ വന്നിട്ടുണ്ട്, ഒന്നല്ല രണ്ടെണ്ണം. ഇന്ന് രണ്ട് സാധനമാണ് സൂര്യയുടെ ബർത്ത്ഡേ വേണ്ടി പുറത്തിറക്കിയിരിക്കുന്നത്. ഒന്ന് കാർത്തിക് സുബരാജിന്റെ ഒരു സൂര്യ 44, ഇതുവരെ പേരിടാം, സൂര്യ 44. പിന്നെ അതിന്റെ സ്റ്റില്ലൊക്കെ ഇനി പറയേണ്ട രോമാഞ്ചം ഇപ്പോഴേ എണീറ്റ് നിൽക്കുകയാണ്. ബർത്ത്ഡേ പ്രോമോ. പിന്നെ നമ്മളെ കങ്കുവ. അപ്പൊ നമ്മളിപ്പോ സൂര്യ 44ന്റെ ഒരു പ്രോമോയുടെ ഒരു ബർത്ത്ഡേ പ്രോമോയുടെ ഒരു ചെറിയ റിയാക്ഷൻ വീഡിയോയിലേക്കാണ്. അപ്പോ നമുക്ക് റിയാക്ഷനിലേക്ക് കിടക്കാം, ബാക്കി കാര്യങ്ങൾ പിന്നെ. സംവെയർ ഇൻ ദ സീ, റോയൽ എസ്റ്റേറ്റ്. കുറേ പഴയ കാലം ഉണ്ടോട്ടെ. ലവ് സ്റ്റോറി അല്ല, ഒരു ലവ് സ്റ്റോറിയാണ്, കോമഡി പടം, എ വാർ എല്ലാം ഉണ്ട്. റിവഞ്ച് ഒക്കെ ഉള്ള പടമാണ്. അപ്പൊ ഇത് മൂന്നാണ് നമുക്ക് വേണ്ടി കാത്തിരിക്കുന്നത്. പടത്തിന്റെ പേരാണോ സൂര്യ 44? അത് സൂര്യ ഉള്ളാനുള്ളി നടുപ്പിൻ നായകൻ സൂര്യ. ഇൻട്രോ മ്യൂസിക് പൊളി, ഒരു രക്ഷയില്ല. മോനെ മ്യൂസിക് ചോരക്കളി. എല്ലാരും ഗ്ലാസ് നോക്കിയാ പഴയ സ്റ്റൈല് വൈബാന്റെ. റോളക്സ് വെച്ചുണ്ട്. ഒരു രക്ഷയില്ല. കാർത്തിക് സുബരാജ് ഇറക്കി വിട്ടേക്കുന്ന സാധനം പറയണ്ടല്ലോ, മൂവിയുടെ തലയാണ്, പറയാനൊന്നുമില്ല. കമൽ മ്യൂസിക് സന്തോഷ് ആരാണ്, അതാണ് അത്. അവര് മൂന്നും കാർത്തിക് സുബരാജ് പ്ലസ് സൂര്യ പ്ലസ് സന്തോഷ് നാരായണ. പൊള്ളിക്കും, തിയേറ്റർ കത്തിക്കാനുള്ള ഐറ്റമാണ് വന്ന. അപ്പൊ എങ്ങനെയുണ്ട് പ്രോമോ? സൂര്യയുടെ ലുക്കും ബാക്കി എല്ലാരും ലുക്ക്, എല്ലാരും ലുക്ക്. എനിക്ക് അതിനകത്ത് സീക്രട്ട് ഏജന്റിന്റെ ഒരു അപ്പൊ ഒരു ഗാങ്സ്റ്റർ ഒരു മൂവിയാണ്. അത് കൊടുത്തിരിക്കുന്നത് ഒരു ലവ് സ്റ്റോറി ഉണ്ട്, ലവ് ഉണ്ട്, ലാഫ് ഉണ്ട്, എല്ലാം കൂടെ മിക്സഡ് ആണ്. ഇതിന്റെ വേറൊരു ഷോട്ട്, ഫസ്റ്റ് ഷോട്ട് എന്ന് പറഞ്ഞുകൊണ്ട് വന്നു, അതും കൂടെ ജസ്റ്റ് ഒന്ന് നമുക്ക് കണ്ടു നോക്കാം. പക്ഷെ ഓൾറെഡി മുന്നേ വന്നതാണ്, ആദ്യം വന്നതാണ്. ആദ്യം ഷോട്ട് എടുത്തപ്പം അവരിട്ടിരുന്നു. ഷൂട്ടിംഗ് സ്റ്റാർട്ട് ചെയ്യപ്പോ വന്നതാണ് കേട്ടോ. അതൊരു ഗ്യാങ്സ്റ്റർ പെട്ടിയൊക്കെ ആയിട്ട്, പഴയ പെട്ടിയൊക്കെ ആയിട്ടാണ്. 90 കാലഘട്ടത്തിലാണ്. ജീൻസ് കയ്യിലെന്തോ ഉണ്ടോ, രാഗി എന്തോ ഒരു ചെയിൻ, 5 മാലാണ് അടുത്ത ട്രെൻഡാണ്. ഓ പക്ഷെ ആ ഒരു ലുക്കല്ല ഇത്, കുറച്ച് മുടിയൊക്കെ കറക്റ്റ്. പക്ഷെ മുഖത്ത് രണ്ടൊന്നും പാടൊക്കെ ഉണ്ട്. രണ്ടൊന്നും ശരിയൊരു രക്ഷയല്ല. ഗ്യാങ്സ്റ്റർ പഴയ കാലം. ഇത് ഇപ്പോഴത്തെ കുറച്ചും കൂടെ അപ്ഡേറ്റഡാണ്. അപ്ഡേറ്റില് കുറച്ചും കൂടെ കാലം കഴിഞ്ഞിട്ടുള്ള സംഭവമാണെന്ന് തോന്നുന്നു ഈ വന്നത്. അപ്പൊ ഇപ്പോഴിറങ്ങിയത് നൈസ് ലുക്ക്. ബ്ലാക്ക്, ഫുൾ ബ്ലാക്കിൽ വന്നു. ഓ രക്ഷയില്ല. ഫുൾ ബ്ലാക്കില് സൂര്യ കാണാൻ ഒരു രക്ഷയില്ലാത്ത സൂര്യ. ആ സ്വാഗും ലുക്കും സാഗും, ആ സിഗരറ്റ് ഒരു സൈഡില് വെച്ചിട്ട് സിഗരറ്റ് ഒരു അനക്കില്ല, സിഗരറ്റ് ഇങ്ങനെ വരുന്നത്. ലാസ്റ്റ് വന്ന ആ ചിരിയാണ്.
സൂര്യ ഫാൻസ് നിങ്ങൾ വെയിറ്റ് ചെയ്തിരുന്നു. പൊളപ്പ സാധനമാണ് വരുന്നത്. അത് കാർത്തിക് സുബ്ബരാജ് പോലെ മറ്റൊന്നും റോളക്സും വെയിറ്റ് ചെയ്യാം, ഇതും വെയിറ്റ് ചെയ്യാം, നിങ്ങൾക്ക് അടിച്ചു പൊളിക്കാന്ന്. റോളക്സിനേക്കാളും പൊളിയായിരിക്കും സൂര്യ 44. റോളക്സ് ഇപ്പൊ എസ്റ്റാബ്ലിഷ് ആയി കഴിഞ്ഞു. അതിന്റെ ബാക്കി കാര്യങ്ങളൊക്കെ ഇനി വരുന്നതല്ലേ ഉള്ളൂ. ചിലപ്പം ലിയോ ഒക്കെ ആയി പോയല്ലോ പോലെ സെക്കൻഡ് ഹാഫ് അലമ്പാവും, അങ്ങനെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാല്. പക്ഷെ ഇത് കണ്ടിട്ട് കാർത്തിക് സുബ്രാജ് കുറച്ച് ക്വാളിറ്റി ഐറ്റം ആണ്. എന്റെ മോനെയാണോ ഒരു ക്ലാസ്സും ആ ലെവലാണ്. ക്ലാസ്സും എക്സ്പീരിയൻസ് ആയിരുന്നു. ഒരു രക്ഷയില്ലാത്ത പടമാണ്. കളർ ഗ്രേഡിങ് ആയാലും ഇതും എല്ലാം നൈസ് ആണെന്ന് തോന്നുന്നു. പേട്ടയും പെട്ട അതൊരു രസം. ആ സോങ്ങുകളും എല്ലാ സിനിമയിലെ സോങ്ങും, പിന്നെ മഹാൻ വിക്രത്തിന്റെ മഹാനും സൂപ്പർ ആയിരുന്നു. ഇതിനകത്ത് നമ്മള് മലയാളികൾ കുറച്ച് പേരുണ്ട്. ഇതിനകത്ത് മലയാളികളായിട്ട് ജോജു ജോർജ് ഉണ്ട്, ജയറാം ഉണ്ട്. മെയിനായിട്ട് അവർ രണ്ടുമാണ്. പിന്നെ നടിയായിട്ട് പറഞ്ഞ പൂജ ഹെഗ്ഡെ ആണ്, ഹെഗ്ഡെ. അപ്പം പിന്നെ സന്തോഷ് നാരായണന്റെ മ്യൂസിക് ഈ അടുത്തും നമ്മള് കൊരുത്തരിച്ചായിരുന്നു. കൽക്കിയില് കുറച്ച് സോങ് പുള്ളിയുടെ ഉണ്ടായിരുന്നു. അതെ. പിന്നെ പ്രൊഡക്ഷൻ ഒരു സൂര്യയും പിന്നെ അതിനോട് വേറെ രണ്ടുപേരും കൂടെ ഉണ്ട്. മെയിൻ പ്രൊഡക്ഷൻ ഇവർ രണ്ടും, പിന്നെ കോ പ്രൊഡക്ഷൻ രണ്ടുപേരുണ്ട്. പിന്നെ ഇതിന്റെ ടാഗായിട്ട് വരുന്ന ലവ് ലാഫർ വാർ. ആ വാർ ക്ലൈമാക്സ് വരുന്ന വാർ പിഞ്ചിട്. ഇതിലും പറയേണ്ട മറ്റേ കാർത്തിക് സുബ്രാജിന്റെ തന്നെ ഇതിലെ മാമല XX ഡയലോഗാണ്. മാമല ഇതാണ്ട ടീസർ അല്ല പ്രോമോ. മ്യൂസിക്കും ഈ ഒരു ഫ്ലോ കൊണ്ടുപോണ ആ മ്യൂസിക് തന്നെ. റോളക്സിന്റെ അടുത്ത് അതേ തട്ടില് വരുന്ന സാധനം തന്നെ ഇത്. BGM എല്ലാം ഇയാളാണെന്ന് തോന്നുന്നു ക്രിയേറ്റ് ചെയ്യുന്നത്, സന്തോഷ് നാരായണ. മെയിൻ BGM എല്ലാം ഇയാളുടെ BGMs എല്ലാം നൈസാണ്, പാട്ടും അതുപോലെ നൈസാണ്. അപ്പൊ എന്തായാലും സൂര്യയുടെ സിനിമയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നു. ബാക്കി അപ്ഡേറ്റുകൾ ഓരോന്നോരോന്നായിട്ട് പോരട്ടെ. കട്ട വെച്ച് ഈ വർഷം കാണുമോ ഈ സിനിമ? ഈ വർഷം മിക്കവാറും എനിക്ക് തോന്നുന്നു ഡിസംബറിലായിരിക്കും അവസാനം. ഈ സിനിമ കാണുമെന്ന് അറിയത്തില്ല, പക്ഷെ കങ്കുവ എന്തായാലും ഉണ്ടാവും. കങ്കുവ ഒക്ടോബറിലൊക്കെ എന്തായാലും റിലീസാണ്. അപ്പൊ നമുക്ക് ഇനി കങ്കുവയുടെ സോങ്ങിന്റെ റിയാക്ഷൻ ആണ്. അപ്പൊ അതുവരെ വണക്കം, ബൈ.